ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അവസാനമായിട്ട് ശ്രുതി പണം എടുക്കാൻ വേണ്ടിയിട്ട് ബാമയുടെ വീട്ടിലെത്തുവാണ്. അതേസമയം ചന്ദ്രമതി അവിടെ തന്നെ ഉണ്ട്. അവർ രണ്ടുപേരെയും സോപ്പിടാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തിട്ട് അവരെ നൈസായിട്ട് അവിടെ ഇരുത്തിയും കണ്ട് അവരറിയാതെ ഫോൺ വന്ന് ആ ഒരു രീതി സംസാരിച്ചിട്ട് മുകളിലേക്ക് പോയി അവിടുന്ന് പൈസയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊന്നും ബാമയോ അതുപോലെ ചന്ദ്രയോ അറിയുന്നില്ല. അവർക്ക് സംശയമൊന്നും തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ചന്ദ്രമതിയുടെ കൂടെ തന്നെയാണ് കേട്ടോ അവിടുന്ന് ഇറങ്ങുന്നത്. അതേസമയം സച്ചിയും രേവതിയും വർഷയും കൂടി ചേർന്നിട്ട് വെബ്സൈറ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇന്നലത്തെ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഇത് കാണുവാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ചന്ദ്രമതിയുടെ പണം മോഷ്ടിച്ചിട്ട് നേരെ ശ്രുതി അത് കൊണ്ടുപോയിട്ട് ആന്റണിയുടെ കയ്യിൽ കൊടുക്കുവാണ് കേട്ടോ. ആന്റണി പണം എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയും അതുപോലെ മീരയും അവനെ തന്നെ നോക്കുന്നുണ്ട്. നിങ്ങളെന്താ നോക്കുന്നത്? നിങ്ങളെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പണം എണ്ണുന്നതെന്നല്ലോ വിചാരിക്കുന്നുണ്ടാവുക. പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ആരെയും വിശ്വാസമില്ല. എന്തായാലും ഇത് കറക്റ്റ് ആണ്. അതിനുശേഷം കൂടെ നിൽക്കുന്ന അവന്റെ അടുത്ത് അവിടുന്ന് സ്വീറ്റ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പറയാണ് കേട്ടോ രണ്ടുപേർക്കും. ശ്രുതി നീയും എടുത്തോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ സ്വീറ്റ് അവരുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ലക്ഷം രൂപ വാങ്ങിയിട്ട് 100 രൂപേന്റെ സ്വീറ്റ് ആണോ എന്നുള്ള കാര്യം മീര ചോദിക്കുന്നുണ്ട്. അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഈ സ്വീറ്റ് എന്തിനാണെന്ന് ചോദിക്കുവാണേ. എല്ലാം നല്ല കാര്യം തന്നെയാണ്. ആ ദാസ് കാരണം ഇനി എന്തായാലും നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അവന്റെ കഥ കഴിഞ്ഞു എന്ന് പറയാണേ. ഇത് കേട്ട ഉടനെ മീര ചോദിക്കുന്നത് എന്താ അവൻ മരിച്ചുപോയോ എന്നാണ്. അതല്ല, അവൻ കാരണം ഇനി നിങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല എന്നാ ഞാൻ പറഞ്ഞത്. അതാണ് ഉദ്ദേശിച്ചത്. മീര വെറുതെ ഇനി ദാസ് കാരണം നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ അവനെ പാക്ക് ചെയ്തിട്ട് എങ്ങോട്ടെന്ന് വെച്ചാൽ അയച്ചോളൂ. ഇനിയെങ്കിലും ഇവളെടുത്ത് പണം ചോദിക്കരുത്. ഈ പണം ഒപ്പിക്കാൻ വേണ്ടി തന്നെ ഇവള് ഓരോ ജെയിംസ് ബോണ്ട് വേലയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവളെ കുറിച്ചിട്ട് എന്തോ സീക്രട്ട് ദാസ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പണം ചോദിച്ചിട്ട് അവൻ വരട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പണത്തിനേക്കാളും വലുത് ആ സീക്രട്ട് തന്നെയല്ലേ. ഇത് നോക്ക് ആന്റണി, അവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് അവനെ കൊണ്ട് ടോർച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. ശ്രുതി, ഇനി ആ കാര്യത്തിൽ നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവൻ നിന്നെ ഒരിക്കലും ടോർച്ചർ ചെയ്യില്ല. ഞാനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയണേ. എന്താ പറഞ്ഞെന്ന് ശ്രുതി ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ അവനെ പുറത്തോട്ട് അയക്കാൻ വേണ്ടി പോകണം എന്നുള്ള കാര്യം. ഇന്ന് തന്നെ ഞാൻ അവനെ വയനാട്ടിലേക്ക് അയച്ചിട്ട് അവന്റെ ശരീരമൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തതിന് ശേഷം അവിടുന്ന് പെട്ടെന്ന് തന്നെ വേറെ എങ്ങോട്ടെങ്കിലും അയക്കും. ഇനി എന്തായാലും അവനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഉടനെ തന്നെ ശ്രുതി പോകാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. എന്താ നിങ്ങൾ സ്വീറ്റ്സ് എടുക്കാതെ പോകുന്നത്? നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യമല്ലേ നടന്നത്? സ്വീറ്റ്സ് എടുത്തിട്ട് പോ. ഇത് കേട്ട ഉടനെ മീരയാണെന്നുണ്ടെങ്കിൽ ആ പെട്ടിയോടൊക്കെ എടുത്തിട്ട് ഞങ്ങള് വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോളാം, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ശേഷം ദാസിന്റെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ ആന്റണി. ദാസ് ആണെന്നുണ്ടെങ്കിൽ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ്. നീ എന്താ ജ്യൂസൊക്കെ കുടിക്കുന്നത്? എന്റെ ശരീരം ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരണ്ടേ? നിങ്ങൾ എന്നെ അടിച്ചല്ലേ എന്ന് പറയുന്നത് കേട്ട ഉടനെ ആന്റണി ആണെന്നുണ്ടെങ്കിൽ അടിക്കുന്നതിന് മുമ്പ് തന്നെ നീ ശ്രുതിയെ കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് അടി കിട്ടുമായിരുന്നോ? അതിനുശേഷം ഇത് കണ്ടോ 2 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ആ പണം കാണിക്കുന്നുണ്ടേ. അവള് പണം കൊണ്ടു തന്നോ എന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ദാസ് ചോദിക്കുമ്പോ നിന്നെ പോലെ പണം താ എന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ നടക്കുവല്ല ഞാൻ ചെയ്തത്. അവള് എന്നെ തേടിയിട്ട് പണം ഇവിടെ വന്ന് തന്നിട്ട് പോയി. അതാണ് ടെക്നിക്ക്. നിങ്ങളുടെ അത്രയും അറിവ് എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത്? നമ്മള് കോഴീനെ ഒറ്റയടിക്ക് കഴുത്തറുത്ത് കൊള്ളാൻ വേണ്ടി പാടില്ല. നന്നായിട്ട് തീറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ മുട്ടയൊക്കെ എടുത്തതിന് ശേഷം വേണം അവിടെ അറക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ശ്രുതി എന്റെ മുമ്പിൽ ഇപ്പോ പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഞാൻ പണം ചോദിക്കുന്ന സമയത്ത് അവൾക്ക് തന്നേ പറ്റുള്ളൂ. അതൊക്കെ ഇരിക്കട്ടെ, എന്റെ ഷെയർ എന്നുള്ള കാര്യം ദാസ് ചോദിക്കുമ്പോ ആദ്യം 50,000 രൂപ കൊടുക്കുവാണ്. കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ ആർക്കും ഇങ്ങനെ ഈക്വൽ ഷെയർ ഒന്നും കൊടുക്കാറില്ല എന്ന്. പക്ഷെ അവന് അടി കിട്ടിയത് കൊണ്ട് തന്നെ 50,000 രൂപയും കൂടി കൊടുക്കുവാണ്. അങ്ങനെ 1 ലക്ഷം ദാസിനും അതുപോലെ തന്നെ 1 ലക്ഷം ആന്റണിക്കുമാണ് കേട്ടോ പണം. ബോസേ, ഈ ഡീലിംഗ് നല്ല സൂപ്പർ ആണ് കേട്ടോ. നീ 2 മാസത്തേക്ക് കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോയി നിൽക്കും. 2 മാസം കഴിഞ്ഞതിന് ശേഷം നീ എന്നെ വന്ന് കാണ്. അപ്പോ ഞാൻ പറഞ്ഞു തരാം നീ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. എന്തായാലും കാശ് തന്നിട്ട് നിങ്ങൾ എന്നെ ടൂറിന് അയക്കുമല്ലേ, ഇതും നല്ല കാര്യം തന്നെയാണ്. എനിക്ക് എന്തായാലും ഇനി അവളുടെ പുറകെ നടന്നിട്ട് കാശ് എന്ന് പറഞ്ഞിട്ട് ചുറ്റിക്കറങ്ങാൻ വേണ്ടി പറ്റില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ബോസ് നോക്കിക്കോളൂല്ലോ. ഇനി ബോസ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അത് ചെയ്യുന്ന പറയുമ്പോ ഓക്കെ നീ പോവാൻ നോക്കിയെന്ന് പറയണേ. അങ്ങനെ ദാസാണെന്നുണ്ടെങ്കിൽ പണമൊക്കെ മേടിച്ചിട്ട് അവിടുന്ന് പോവുകയാണ്. കാണിക്കുന്നത് സുധിയും ശ്രുതിയും കൂടി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് ഏതോ സബ് ഡീലർ വിളിക്കുന്നുണ്ട്. അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ശ്രുതിയുമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. കണ്ടില്ലേ ശ്രുതി, ഇപ്പോ ഒരു സബ് ഡീലർ വിളിച്ചിട്ട് എന്റെ അടുത്ത് ഡീലർഷിപ്പിന് വേണ്ടിയിട്ട് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ അവരുടെ അടുത്ത് കെഞ്ചി, ഇപ്പോ എന്നെ തേടിയിട്ടാണ് എല്ലാവരും വരുന്നത്. ശ്രുതി വലിയൊരു ഓർഡർ ആണല്ലോ മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി എന്തായാലും വലിയ ആൾക്കാര് എല്ലാവരും ശ്രുതിയെ തേടിയിട്ട് വരും. വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയ്ക്കാണ് അഭിലാഷ് സാർ കോൾ ചെയ്യുന്നത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഫോണ് സ്പീക്കറിൽ ഇടുവാണേ.
ഫോൺ എടുത്ത ഉടനെ തന്നെ സുഖവിവരങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം അഭിലാഷ് സാർ പറയുന്നത്, ഒരുപാട് സബ് ഡീലേഴ്സ് നമ്മളെ തേടി വരുന്നുണ്ടല്ലേ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നീ അയച്ചത് എനിക്ക് കിട്ടിയെന്ന് പറയണേ. സർ, ഇനിയും ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. അവരുടെ ഡീറ്റെയിൽസും സാറിന് ഞാൻ അയക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഗുഡ്. ഞാൻ എന്തായാലും പ്രോഡക്ട്സ് ഒക്കെ ഉടനെ തന്നെ സെൻഡ് ചെയ്യാം. ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വിളിച്ചത്. നമുക്കിനിയും ഒരുപാട് പ്രോഡക്ട്സ് സെയിൽ ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ഷോറൂമും പ്രൊമോട്ട് ചെയ്യണം. അതെ സർ, അതിനെ കുറിച്ചിട്ട് ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സർ ഇപ്പൊ എന്റെ കയ്യിൽ അത്രയും ബഡ്ജറ്റ് ഇല്ല. സുധി, ഡോൺ വെറി, ഞാൻ തന്നെ ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അഭിലാഷ് സാറ് ഒരു ആഡ് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സുധിയുടെ ഷോറൂമിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ആ ആഡിനകത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സിനിമ നടന്മാരോ നടിമാരോ ഒന്നുമല്ല കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ഓണേഴ്സ് തന്നെയാണല്ലോ അഡ്വർടൈസിംഗിലൊക്കെ പരസ്യം ചെയ്യുന്നത്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ള കാര്യം അഭിലാഷ് സാർ പറയുമ്പോൾ അത് ശരി തന്നെയാണ്. സർ, അങ്ങനെയാണെങ്കിൽ സാർ തന്നെ അഭിനയിച്ചോളൂ എന്നുള്ള കാര്യം സുധി പറയുന്നുണ്ട്. പക്ഷെ ഞാനല്ല അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്, സുധിയും സുധിയുടെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ആഡ് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മുംബൈയിൽ നിന്ന് ഒരു ടീം തന്നെ വരുന്നുണ്ട്. മുംബൈയിൽ നിന്ന് ഒരു ടീമിനെ തന്നെ ഞാൻ ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അയക്കുന്നുണ്ട്. അതിൽ അഭിനയിക്കേണ്ടത് സുധിയുടെ വീട്ടിലെ എല്ലാവരും വേണമെന്ന് പറയുകയാണേ. ഞാനും അതുപോലെ ശ്രുതിയും ഓക്കെയാണ്. അതുപോലെ എന്റെ അനിയൻ ശ്രീകാന്തും വർഷയും ഓക്കെയാണ്. പക്ഷെ സച്ചിയും രേവതിയും അത്ര ഓക്കെ അല്ല എന്ന് പറയാണ് കേട്ടോ. കാരണം അവര് ഇങ്ങനത്തെ ഇതിനൊന്നും സ്യൂട്ട് ആവില്ല എന്നൊക്കെ പറയുമ്പോ അവരും കൂടി വേണം. അവർക്ക് സാർ അഭിനയിക്കാൻ അറിയില്ല, അവര് അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല, അവര് നാച്ചുറൽ ആയിട്ട് നിന്നാൽ മാത്രം മതി. അത് മാത്രമല്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടി വേണം. നമ്മള് പ്രൊമോഷൻ എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്തും കൊണ്ട് ഈ ഷോർട്ട് ഫിലിം എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ അങ്ങനെ വെറുതെ അഭിനയിക്കൊന്നും വേണ്ട. അവർക്ക് ഓരോരുത്തർക്ക് 25,000 രൂപ വെച്ചിട്ട് 2 ലക്ഷം രൂപ ഞാൻ സുധിയുടെ അക്കൗണ്ടിലേക്ക് ഓൾറെഡി അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇത് കേട്ട സുധി ഉടനെ തന്നെ ഫോൺ നോക്കുകയാണ് കേട്ടോ. അത് സർ, 2 ലക്ഷം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം പറയണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നാളെ മുംബൈയിൽ നിന്നുള്ള ക്രൂ നിങ്ങളുടെ അരികിലേക്ക് എത്തും ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരുടെ റെഡി ആയിട്ട് നിന്നോളാൻ വേണ്ടിയിട്ടൊക്കെ സുധിയുടെ അടുത്ത് പറയുന്നുണ്ട്. അഭിലാഷ് സാർ ഫോൺ വെച്ചതിന് ശേഷം സുധിയും അതുപോലെ ശ്രുതിയും കൂടി ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി, എന്തായാലും നമ്മുടെ ടൈം നല്ല ടൈമാണെന്ന് തോന്നുന്നു. നമ്മളെ വെച്ചുകൊണ്ടല്ലേ അവര് അഡ്വർടൈസ്മെന്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നാൽ സച്ചിയും അതുപോലെ തന്നെ രേവതിയും വെച്ചിട്ടൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതാണ് ഇറിറ്റേറ്റിംഗ് ആയിട്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ് സുധി, ഫാമിലിയിലുള്ള മൊത്തം ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് ഈ പ്രൊമോഷൻ ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞത്. എന്തായാലും ഇത് നമ്മുടെ കടയ്ക്ക് ഒരു പ്രൊമോഷൻ ആവുമല്ലോ, അതൊക്കെ ശരി തന്നെയാണ്. അച്ഛൻ എന്താണ് ഇത് കേട്ടാ പറയാന്നുള്ള കാര്യം അറിയില്ല. അത് മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിക്കും വേണമല്ലോ. അതൊക്കെ നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം. നമുക്ക് രാത്രിയിൽ പോയി സംസാരിച്ചിട്ട് എല്ലാവർക്കും 25,000 വെച്ച് കൊടുക്കുകയും ചെയ്യാം. അതെന്തിനാണ് പേയ്മെന്റ് കൊടുക്കുന്നത്? പിന്നെ അഭിനയിക്കുന്നവർക്ക് പേയ്മെന്റ് കൊടുക്കണ്ടേ? അഭിലാഷ് സാർ നമുക്ക് പണം തന്നല്ലോ. ഒന്ന് ചുമ്മാ ഇരിക്കും ശ്രുതി. അവരെന്താ വലിയ ഹീറോയിൻസ് ആണോ? അങ്ങനെ പണം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ തന്നെ പാട്ട് നടത്തിയതിന് ഒരുപാട് പണം ചെലവായി. ഈ പണം നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് യൂസ്ഫുൾ ആവുമല്ലോ. മറ്റാർക്കും അങ്ങനെ പണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഷോറൂമില് അവരെ നമ്മൾ അഭിനയിപ്പിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,000 രൂപ കൊടുക്കുക. കാരണം അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സുധി, ഈ കാര്യം എങ്ങാനും വീട്ടില് എപ്പോഴെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, അത് പിന്നെ വലിയ പ്രശ്നമാകും. ആ സച്ചിയാണെങ്കിൽ ചുമ്മാതിരിക്കത്തുമില്ല. പുറത്തറിഞ്ഞാലല്ലേ അതൊന്നും അറിയില്ല. പണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുവാണേ. ഇതൊക്കെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ലക്ഷം രൂപ ബാമാൻഡിയുടെ വീട്ടിൽ നിന്ന് ആരും അറിയാതെ എടുത്തു. എന്നാൽ ഫാമിലിക്ക് കൊടുക്കേണ്ട പണം അവരെ അറിയാതെ ആ കാശ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തായാലും നമുക്ക് പറ്റിയ ആളാണെന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണേ. എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രുതി ചിരിക്കുന്നത് കാണുമ്പോൾ എന്താ ശ്രുതി നീ ചിരിക്കുന്നത്? അത് വേറൊന്നുമല്ല ശ്രുതി, നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഹീറോയിനെ പോലെയുണ്ട്. നീ നന്നായിട്ട് അഭിനയിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ അറിയില്ലല്ലോ. നീ അഭിനയിക്കൊന്നും വേണ്ട, നീയായിട്ട് തന്നെ നിന്നാ മതി. അവര് വീട്ടിൽ എത്തിയതിനു ശേഷമാണ് കാണിക്കുന്നത് ഈ ഒരു അഡ്വർടൈസിങ് എടുക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വീട്ടിലെ എല്ലാവരുടെ അടുത്തും പറയുമ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമാവുന്നുണ്ട്. ആണോ സുധി, ഇത് സത്യം തന്നെയാണോ എന്നുള്ള മട്ടിലൊക്കെ ശ്രീകാന്ത് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതേടാ, സത്യം തന്നെയാണ്. എല്ലാവരും കൺഗ്രാചുലേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് രണ്ടുപേരും. നമ്മുടെ ഷോറൂമിൽ വെച്ചിട്ടാണ് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. TV, സോഷ്യൽ മീഡിയ എല്ലാത്തിനകത്തും അത് വരും. ഇത് കേട്ട് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഷോറൂം ആരംഭിച്ച് കുറച്ച് നാളിനുള്ളിൽ തന്നെ വലിയൊരു ഡീലർഷിപ്പും അതുപോലെ തന്നെ ഇപ്പോ ഷോറൂമിൽ വെച്ചിട്ട് അഡ്വർടൈസിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്നു. സുധേട്ടൻ കലക്കുന്നുണ്ടെന്നൊക്കെ ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തിൽ പറയുവാണ്. ഷോറൂമിന് മാത്രമായിട്ടല്ല എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന TVക്കും കൂടി ചേർത്തിട്ടാണ് അഡ്വർടൈസ്മെന്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്.
എല്ലാം നല്ല കാര്യം തന്നെയാണ് ശ്രുതി. ഉടനെ തന്നെ ശ്രുതി ഈ ഫീൽഡിൽ മുന്നേറാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ സന്തോഷത്തോടു കൂടി രവി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്കും സന്തോഷം അടക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. എല്ലാം അവന്റെ കഴിവ് കൊണ്ടാണ്. അവൻ വലിയ ബിസിനസ്മാൻ ആകുന്നുള്ള കാര്യം അവന്റെ ജാതകത്തിൽ തന്നെയുണ്ട് എന്നാണ് ആഡ് എടുക്കാൻ വേണ്ടി പോകുന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷ ചോദിക്കുന്നുണ്ട്. നാളെയാണ് അതിനു വേണ്ടിയിട്ട് മുംബൈയിൽ നിന്ന് ഒരു ടീം തന്നെ വരുന്നുണ്ട്. ഓ, അപ്പൊ വലിയ ആഡ് ഫിലിം ആണല്ലേ എടുക്കാൻ വേണ്ടി പോകുന്നത്? അതെ, അതിനു വേണ്ടിയിട്ട് ശ്രുതി ആരെങ്കിലും നടി നടന്മാരൊക്കെ വരില്ലേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഞങ്ങളുടെ അടുത്ത് പറയണേ, ഞങ്ങൾക്ക് വന്നിട്ട് ഷൂട്ടിംഗ് കാണാലോ എന്ന് വർഷ. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വന്നാൽ മാത്രമേ ഷൂട്ടിംഗ് നടക്കുള്ളൂ എന്ന് പറയുകയാണ്. ശ്രുതി നീ എന്താ പറഞ്ഞത് മനസ്സിലായില്ലല്ലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അമ്മേ ആ അഡ്വർടൈസ്മെന്റിലുണ്ടല്ലോ അഭിനയിക്കാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മളെല്ലാരും ആണ്. നമ്മളെല്ലാരും അതെ അച്ഛാ, അഭിലാഷ് സാറ് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാരും അഭിനയിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എടാ അഭിനയിക്കണം എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് രവി ചോദിക്കുന്നുണ്ട്. അത് ശരി തന്നെയാണ്, വല്ല ഡാൻസ് കളിക്കാനോ മറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് ചെയ്തേനെ, പക്ഷെ ഈ അഭിനയം അതെങ്ങനെയാടാ? അതിനിടയ്ക്ക് സച്ചി ആണെന്നുണ്ടെങ്കിൽ എടാ അഭിനയം എന്ന് പറയുന്നത് കൈ വന്ന കല നിനക്കല്ലേ, അങ്ങനെ നന്നായിട്ട് അഭിനയിക്കുന്ന നിന്റെ ഒപ്പം ഞങ്ങൾ വന്ന് അഭിനയിക്കണം എന്നുള്ള കാര്യം പറയുന്നു. ഞാനല്ല പറഞ്ഞത്, അഭിലാഷ് സാറാ പറഞ്ഞത് എല്ലാവരും ഈ ഷോർട്ട് ഫിലിമിനകത്ത് വേണമെന്ന്. നമ്മുടെ ഫാമിലി തന്നെ ഇതിൽ അഭിനയിക്കണം എന്നുള്ള കാര്യം അദ്ദേഹമാണ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞത്. അതങ്കിൽ മറ്റൊന്നുമല്ല, നമ്മള് ഒരു സാധനം സെയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഫാമിലിയിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ഐഡിയയിൽ വെച്ചുകൊണ്ടാണ് അഭിലാഷ് സാറ് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത്. അതൊക്കെ ശരി തന്നെ, അതിനു വേണ്ടിയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് ഫിലിം എടുത്താൽ പോരെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല അങ്കിൾ, നമ്മുടെ ഫാമിലി അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചത്. അപ്പോ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അഭിനയിക്കാൻ വേണ്ടി പോവാണെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതേ അമ്മേ, ഇനി കേരളത്തിലെ എല്ലാ ടിവികളിലും ഇനി നമ്മൾ എല്ലാവരും ഉണ്ടാകും. കേട്ട ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എന്തായാലും ഓക്കെയാണ്. അപ്പോ നിനക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അറിയോ എന്നുള്ള കാര്യം ശ്രീകാന്ത് വർഷയുടെ അടുത്ത് ചോദിക്കുമ്പോ അഭിനയിക്കാനൊന്നും അറിയില്ല, പക്ഷെ ഡബിങ് ചെയ്യുന്ന സമയത്ത് ഞാനും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഞാന് അഭിനയിച്ച എങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ എന്തായാലും ഒരു ചാൻസ് കിട്ടുമല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നീ നിനക്ക് തന്നെ വോയിസ് കൊടുത്തോളാൻ പറയുന്നുണ്ട്. ഓ അതും ശരിയാണല്ലോ, ഫസ്റ്റ് ടൈം ഞാൻ എനിക്ക് വേണ്ടി തന്നെ വോയിസ് കൊടുക്കുന്നു, അതും നല്ലതാണ്. അല്ലെ കടയുടെ ഓണർ, നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ചാൽ പോരെ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും വേണമെന്നാണ് അഭിലാഷ് സാർ പറഞ്ഞതെന്ന് ശ്രുതി പറയുമ്പോ ഞാൻ എന്തായാലും വരുന്നില്ല, എനിക്കങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ലെന്ന് രേവതി പറഞ്ഞ് കേട്ട ഉടനെ തന്നെ ആർക്ക് നിനക്കാണ് അഭിനയിക്കാൻ അറിയാത്തത്? ദിവസവും നീ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുവല്ലേ? അമ്മയെന്നൊരു വിളി വിളിച്ചുകൊണ്ട് ഞാനായിട്ട് തന്നെയാണ് അമ്മ ഇവിടെ നിൽക്കുന്നത്, അത് അഭിനയമായിട്ട് അമ്മയ്ക്ക് തോന്നുന്നതിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? രേവതി, ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സീനിയർ ആയിട്ട് അഭിനേത്രി ആരാന്നറിയോ? എന്റെ അമ്മയാണ്. അച്ഛമ്മ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മ ഒരു പ്രത്യേക അഭിനയം കാഴ്ചവെക്കും, അത് നീ കണ്ടിട്ടുണ്ടോ? അല്ല അച്ഛാന്ന് ചോദിക്കുമ്പോ രവി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ. ശ്രീകാന്തിനും അതുപോലെ വർഷയ്ക്കും ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. എന്തായാലും അമ്മയുടെ അത്ര അഭിനയിക്കാനൊന്നും അറിയില്ലെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്കും ചെയ്യാം. നിങ്ങൾ എല്ലാവരും അഭിനയിച്ചോളൂ, കാരണം നിങ്ങളൊക്കെ ചെറിയ പയ്യന്മാരല്ലേ. പക്ഷെ ഞാൻ എന്തിനാന്ന് ചോദിക്കുമ്പോ അച്ഛൻ എല്ലാ ഏജ് കാറ്റഗറിയും കവർ ചെയ്യണമെന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത്. എടാ നീ അവരുടെ അടുത്ത് പറഞ്ഞേക്ക് എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല എന്ന്. അങ്കിള് വീട്ടിലിരിക്കുന്നത് പോലെ കാഷ്വൽ ആയിട്ട് സംസാരിച്ചാൽ മതി, ആന്റിക്ക് ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോൾ ഭരതനാട്യത്തിലും ഭാവങ്ങളൊക്കെ ഉണ്ട്, ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു അഭിനയം തന്നെയല്ലേ, ഞാൻ ചെയ്തോളാം എന്ന് പറയാണേ. സച്ചി നീ എന്ത് പറയുന്നു ശ്രുതി ചോദിക്കുന്നുണ്ട്. അമ്മയും അച്ഛനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന് അഭിനയിക്കുന്നു, അത് ഓക്കെയാണ്, പക്ഷെ ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ട് അഭിനയിക്കുന്നത്? അതില് എനിക്ക് എന്താ ലാഭമുള്ളത്? കടയ്ക്ക് ഒരുപാട് കസ്റ്റമർ വരുന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. നിന്റെ കടയിൽ കസ്റ്റമർ വരുന്നതിൽ എനിക്ക് എന്ത് ഗുണമാണോ ഉള്ളത്? എനിക്ക് ട്രിപ്പ് വന്നാൽ മാത്രമല്ലേ എന്റെ വണ്ടി ഓടുകയുള്ളൂ. ഒരു ദിവസത്തെ ജോലി വിട്ടിട്ട് ഞങ്ങൾ നിന്റെ കൂടെ വന്ന് നിൽക്കണോ? അത് ശരിയാണ് സച്ചേട്ടാ, എനിക്കും പൂ കൊടുക്കാൻ വേണ്ടി പോകണമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ ഒരു ദിവസം പൂ കൊടുത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെടിയിൽ പൂ ഉണ്ടാവില്ലല്ലോ. ഇത് കേട്ട രേവതിയാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. അമ്മേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി നോക്കിയല്ലേ പറ്റുള്ളൂ. ശ്രുതി എത്ര സമയം എടുക്കും ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിയാനെന്ന് രേവതി ചോദിക്കുമ്പോൾ ഒരു ദിവസം മൊത്തം വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത്രയും സമയമൊക്കെ എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ എടുക്കുക വെച്ചാ അതിൽ അത് ചെയ്യണം, ഇത് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അച്ഛൻ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതേടാ അത് ശരിയാണ്, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ട് അഭിനയിച്ചു തരുന്ന സമയത്ത് അതിൽ എനിക്ക് എന്ത് യൂസ് ആണുള്ളത്? നീ എത്ര കാശ് തരും എന്നുള്ള കാര്യം ചോദിക്കുവാണേ. കാശെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വരുമാനം വിട്ടിട്ട് വരണമെന്നുണ്ടെങ്കിൽ നീ കാശ് തന്നല്ലേ പറ്റുള്ളൂ. ഇത് കേട്ട് രണ്ട് ഷോക്ക് അടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. 25,000 രൂപ വെച്ചിട്ട് അഭിലാഷ് സാർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും അവിടെ പറയുന്നില്ല. പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി ഒഴിവാക്കിയിട്ടാണല്ലോ ഈ പണിക്ക് പോകുന്നത്, അതുകൊണ്ട് നീ എത്ര കാശ് തരുന്ന ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണേ. പക്ഷെ അപ്പോഴും അവർ ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് എല്ലാവരും അഭിനയിപ്പിക്കുന്നുണ്ട്. പക്ഷെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അഭിലാഷ് സാർ തന്ന പണത്തിന്റെ കാര്യത്തെ കുറിച്ചിട്ട് അവിടെ വന്നിരിക്കുന്ന ഡയറക്ടർ എല്ലാവരുടെ മുമ്പിൽ നിന്ന് അങ്ങ് വിളിച്ചു പറയാനായിട്ട് ചെയ്യുന്നത്. അതോട് കൂടിയിട്ട് നമ്മുടെ ശ്രുതി ശരിക്കും പെട്ട അവസ്ഥയിലാവുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്